ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടിക്കൊളിനാരിറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മൾട്ടിക്കൊളിനാരിറ്റി, അതുപോലെ എന്തൊക്കെ കാരണമാണ് മൾട്ടിക്കൊളിനാരിറ്റി ഉണ്ടാകുന്നത്, മൾട്ടിക്കൊളിനാരിറ്റി കാരണം ഉണ്ടാകുന്ന ഇഫക്ട്സ്, അതുപോലെ തന്നെ മൾട്ടിക്കൊളിനാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിക്കൊളിനാരിറ്റി എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ റിസോൾവ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കളക്ടിങ് അഡീഷണൽ ഡേറ്റ, സെക്കൻഡ് വൺ ഡ്രോപ്പിംഗ് ഓഫ് വേരിയബിൾസ്, തേർഡ് വൺ മോഡൽ റീസ്പെസിഫിക്കേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് യൂസിങ് മെത്തേഡ്സ് അതർ ദാൻ OLS ലൈക്ക് റിഡ്ജ് റിഗ്രഷൻ ടു എസ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് മൾട്ടിക്കൊളിനാരിറ്റി എന്നുള്ള ഒരു പ്രോബ്ലത്തെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോ മെത്തേഡ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ടിങ് അഡീഷണൽ ഡേറ്റ. Collecting additional data is suggested as a way to combat the collinearity present in the data, but the additional data should be collected in a manner that the collinearity is broken. അപ്പം ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ഡേറ്റേനെക്കാട്ടിലും കൂടുതൽ അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മൾട്ടിക്കൊളിനാരിറ്റി മാറ്റാനുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ നമ്മൾ ഈ അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊളിനിയാരിറ്റി പ്രോബ്ലം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റാസ് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. For example, suppose the original data on 2 regressors x1 and x2 is such that large values of x1 appear with the large values of x2 and small values of x1 appears with the small values of x2. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതിനകത്ത് 2 വേരിയബിൾസ് ആണുള്ളത്, x1 ഉം x2. ആ ഒരു ഡേറ്റ എങ്ങനെയാണെന്ന് വെച്ചാൽ x1ൻ്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2ൻ്റെ വാല്യൂസും ലാർജ് ആയിരിക്കും. അതുപോലെ x1ൻ്റെ വാല്യൂസ് ചെറുതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2ൻ്റെ വാല്യൂസും ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കൊളിനിയാരിറ്റി ഇഷ്യൂ അവിടെ ഉണ്ട്. കാരണം എന്താ, ഇവിടെ ഒരു വേരിയബിൾ x1ൻ്റെ വാല്യൂസ് കൂടുന്നതനുസരിച്ച് മറ്റേ വേരിയബിളിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2ൻ്റെ വാല്യൂസും ഏകദേശം കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യണ്ടേ? ദ ഡേറ്റ ഓൺ ദീസ് 2 റിഗ്രസസ് ലൈ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ x1 x2 പ്ലെയിൻ ഫ്രം സ്മോൾ വാല്യൂസ് ടു ലാർജ് വാല്യൂസ് ഓഫ് x1 ആൻഡ് x2. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഒരു x1 x2 എന്നുള്ള ഒരു കേസ് പറഞ്ഞു, സെയിം ലാർജ് വാല്യൂസ് ഓഫ് x1 ഗോസ് കറസ്പോണ്ട്സ് വിത്ത് ലാർജ് വാല്യൂസ് ഓഫ് x2 എന്നുള്ളൊരു കേസിൽ നമ്മൾ ഒരു പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ x1 x2 പ്ലെയിനിൽ ഈ x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. ദ കോറിലേഷൻ ബിറ്റ്വീൻ ദം വുഡ് ബി ലാർജ്, ദസ് എ കൊളിനിയാരിറ്റി പ്രോബ്ലം. അപ്പം ഇവരുടെ തമ്മിലുള്ള കോറിലേഷൻ നോക്കുമ്പോഴത്തേക്ക് ഹൈ കോറിലേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൊളിനിയാരിറ്റിയുടെ പ്രോബ്ലം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് കുഡ് ബി അവോയ്ഡഡ് ബൈ കളക്ടിങ് അഡീഷണൽ ഡേറ്റ വെറിൻ x1 ഈസ് ലാർജ് വൈൽ x2 ഈസ് സ്മോൾ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് എക്സ്ട്രാ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ x1ൻ്റെ വാല്യൂസ് കൂടുമ്പം എവിടെയാണോ x2ൻ്റെ വാല്യൂസ് ചെറുതാകുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള വാല്യൂസ് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി. നേരെ തിരിച്ചു വേണേലും x1ൻ്റെ വാല്യൂസ് ചെറുതാകുമ്പോഴല്ല x2ൻ്റെ വാല്യൂ ഹയർ ആവുന്ന എപ്പോഴാണോ അങ്ങനെ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് വരുന്ന തരത്തിലുള്ള ഡേറ്റാസ് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. However, collecting additional data is not always possible because of economic constraints or because the process being studied is no longer available for sampling. അപ്പോൾ ഇങ്ങനെ ഒരു അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മളുടെ എക്സ്ട്രാ ഡേറ്റ ഒന്നും അവൈലബിൾ ആയിട്ടുള്ള കേസസ് വരത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഈ ഒരു കളക്ടിങ് അഡീഷണൽ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. മോറോവർ, ഇഫ് ദ കൊളിനിയാരിറ്റി റിലേഷൻ എക്സിസ്റ്റ് ഇൻ ദ പോപ്പുലേഷൻ ഇറ്റ് സെൽഫ് then collecting ഡേറ്റ ഓഫ് റിക്വയർഡ് നേച്ചർ ഈസ് റൂൾഡ് ഔട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കൊളിനിയാരിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തമുള്ള ഡേറ്റയിലും, അതായത് ആ ഒരു പോപ്പുലേഷൻ ഫുള്ളി ഈ ഒരു കൊളിനിയാരിറ്റി പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡേറ്റ നമുക്ക് പിന്നെ കിട്ടാൻ വേറെ വഴിയില്ല. നമ്മൾ സാമ്പിൾസിലാണെങ്കിൽ നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് ബാക്കി ഡേറ്റാസ് എടുക്കാമെന്ന് വെക്കാം. പക്ഷേ ഈ ഒരു പോപ്പുലേഷൻ മൊത്തത്തിൽ ഈ ഒരു കൊളിനിയാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഡേറ്റ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഫാമിലി ഇൻകം ആൻഡ് ഹൗസ് സൈസ് ആർ കൺസിഡേർഡ്, അഡീഷണൽ ഡേറ്റ വുഡ് നോട്ട് be helpful as these variables are highly positively correlated and virtually all the data in the population would have a high and low combination. അപ്പോൾ നമ്മൾ ഫാമിലി ഇൻകം ഹൗസ് സൈസും ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഇവർ തമ്മിൽ കോറിലേഷൻ റിലേഷൻഷിപ്പ് കാണും. കാരണം ഫാമിലി ഇൻകം കൂടുന്നതനുസരിച്ച് ഹൗസ് സൈസും ഏകദേശം കൂടുതലായിരിക്കും. അപ്പം ഇവർ ആ ഒരു ത്രൂ ഔട്ട് ദ ഡേറ്റ നമുക്ക് പറയാൻ പറ്റും ഇവർ തമ്മിലൊരു ഹൈ ആൻഡ് ലോ കോമ്പിനേഷൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഈ ഒരു കളക്ടിങ് അഡീഷണൽ ഡേറ്റ എന്നുള്ളൊരു മെത്തേഡ് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇനി നമുക്ക് അടുത്ത
മെത്തേഡ് നോക്കാം. അതെന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് ഓഫ് വേരിയബിൾസ് ആണ്. ബൈ ഡ്രോപ്പിംഗ് എ വേരിയബിൾ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ കൊളിനിയർ റിലേഷൻഷിപ്പ് വിത്ത് അതർ റിഗ്രസേഴ്സ് ദി കൊളിനിയാരിറ്റി പ്രോബ്ലം ക്യാൻ ബി കോമ്പാറ്റഡ്. അപ്പോൾ വേറൊരു മെത്തേഡ് നമ്മൾ അഡീഷണൽ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് നമ്മൾ നമുക്ക് ഇപ്പോൾ 2 വേരിയബിൾ ഒരുപോലെ കൊളീനിയർ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഡ്രോപ്പ് ചെയ്തിട്ട് മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഔട്ട് ഓഫ് സേ 4 റിഗ്രസേഴ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ എ കൊളീനിയർ റിലേഷൻഷിപ്പ്, ഡ്രോപ്പിംഗ് 1 or few വേരിയബിൾസ് ഈസ് എ വേ ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ദ കൊളീനിയർ ട്രാപ്പ്. ഇപ്പോൾ 4 വേരിയബിൾസ് തമ്മിൽ ഇപ്പോൾ കൊളീനിയർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ വേരിയബിൾസ് നമ്മൾ ആ ഒരു മോഡലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് കൊളീനിയാരിറ്റി ഇഷ്യൂ റിസോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഹവർ ഇഫ് ദ വേരിയബിൾസ് ദാറ്റ് ആർ ഡ്രോപ്ഡ് ഫ്രം ദ മോഡൽ have very significant explanatory power related to the response variable y, the power of the model is lost. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ 4 വേരിയബിൾസ് ഉണ്ട്, അപ്പോൾ അതിലൊന്നോ അതിൽ കൂടുതൽ വേരിയബിൾസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന വേരിയബിൾ നമ്മുടെ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് റിമൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡലിൻ്റെ പവർ എന്ന് പറയുന്നത് നഷ്ടപ്പെടുക. അപ്പം നമ്മുടെ മോഡൽ അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു മോഡൽ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ മോഡലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലും ഈ ഡ്രോപ്പിംഗ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു പ്രോസസ്സാണ്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. മോഡൽ റീസ്പെസിഫിക്കേഷൻ. റീസ്പെസിഫിക്കേഷൻ ഓഫ് ദ മോഡൽ കുഡ് ലെസൻ ദ ഇമ്പാക്റ്റ് ഓഫ് കൊളീനിയാരിറ്റി. വൺ അപ്രോച്ച് ടു റീസ്പെസിഫിക്കേഷൻ ഈസ് ടു ടേക്ക് a non-linear transformation of the regressor which is affected by collinearity and include that as the regressor. അപ്പം റീസ്പെസിഫിക്കേഷൻ ഓഫ് മോഡൽ എന്ന് പറയുന്നത് മൾട്ടിക്കൊളിനിയാരിറ്റി റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മൾട്ടിക്കൊളിനിയാരിറ്റി ഫേസ് ചെയ്യുന്ന ഒരു റിഗ്രസർ നമ്മളൊരു നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നടത്തും. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു റിഗ്രസറിന് പകരം നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ആ ഒരു റിഗ്രസർ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് വി ആർ നോട്ട് സാക്രിഫൈസിങ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ വേരിയബിൾ വൈൽ അറ്റ് ദ സെയിം ടൈം ഓവർകമ്മിങ് കൊളിനിയാരിറ്റി. അപ്പം ഈ ഒരു കേസിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കൊളിനിയാരിറ്റി ഫേസ് ചെയ്യുന്നു എന്നതിലുള്ള ഒരു പ്രശ്നം കാരണം നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മുടെ മോഡലിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല, പകരം അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊളിനിയാരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മുടെ മോഡലിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ടേക്ക് സ്ക്വയർ റൂട്ട് ഓർ സ്ക്വയർ ഓർ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഓർ എനി അതർ സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ x1 എന്ന് പറയുന്ന റിഗ്രസറാണ് നമ്മുടെ മോഡലിൽ കൊളിനിയാരിറ്റി പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു x1ന് പകരം നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഒന്നെങ്കിൽ x² കൊടുക്കാം, അല്ലെങ്കിൽ x1² കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് x1 കൊടുക്കാം, അല്ലെങ്കിൽ ലോഗ് ഓഫ് x1 കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് നഷ്ടപ്പെടാതെയും ഇരിക്കും. Another approach to model respecification is to combine the regressors involved in the collinear relation in a way that no information is lost. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ റിഗ്രസറാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഇനി ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഈ ഒരു സെയിം കൊളിനിയാരിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടത്താം. ഫോർ എക്സാമ്പിൾ, ഇഫ് x1, x2 and x3 are involved in a multicollinear relation, we can combine them as x1 into x2 into x3 or x1 plus x2 divided by x3 provided these are meaningful. അപ്പം x1, x2, x3 എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഈ ഒരു കൊളിനിയർ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കമ്പൈൻ ചെയ്തിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒന്നെങ്കിൽ ഈ 3 പേരെയും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താം. x1, x2, x3 എന്നുള്ള ആ ഒരു ഒറ്റ 3 വേരിയബിളിനെയും കൂടെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഒരു ഒറ്റ വേരിയബിൾ x1, x2, x3 എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ x1 പ്ലസ് x2 ഡിവൈഡ് ബൈ x3 എന്നുള്ള ഒരു വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 എന്നുള്ള കമ്പൈൻഡ് അഡീഷൻ വേണിയിൽ നമുക്ക് നടത്താം. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഈ 3 വേരിയബിൾ എന്നുള്ള ആ ഒരു ഫാക്ടർ മാറ്റിയിട്ട് ആ 3നെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ വേരിയബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ മോഡൽ റീസ്പെസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് റിഡ്ജ് റിഗ്രഷൻ. റിഡ്ജ് റിഗ്രഷൻ നമ്മൾ OLS എസ്റ്റിമേഷന് പകരം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. OLS എസ്റ്റിമേഷനിൽ നമ്മൾ അൺബയസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സാണ് കണ്ടുപിടിക്കുന്നത്. ഈ റിഡ്ജ് റിഗ്രഷനിൽ നമ്മൾ ബയസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്.
Ridge regression. The Gauss-Markov theorem establishes the OLS estimates are blue, best linear unbiased estimates. Still, when there is a collinearity, there is no guarantee that the variance would be small. അപ്പോൾ നമുക്ക് ഗോസ്-മാർക്കോ തിയറം വെച്ച് നമുക്കറിയാം നമ്മുടെ OLS എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്, അതായത് ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റ്സ് ആണ്. പക്ഷേ ഈ ഒരു കൊളിനിയാരിറ്റി ഇഷ്യൂ നിലവിലുള്ളപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഈ വേരിയൻസ് എപ്പോഴും സ്മോൾ ആയിട്ടിരിക്കുന്നു. വേരിയൻസ് ആ ഒരു കൊളിനിയർ ഇഷ്യൂ ഉള്ള കേസസിൽ ഹൈ ആയിരിക്കും. ആസ് എ കോൺസിക്വൻസ് the confidence intervals would be wide, that is inefficient interval estimates and tests carried out to test the significance of the regressors are also not very powerful. അപ്പോൾ ഈ ഒരു മൾട്ടിക്കോളിനർ ഇഷ്യൂ ഉള്ളപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെലും ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റും അതുപോലെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റും ഒക്കെ അത്ര പവർഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദർ ആർ ബയസ്ഡ് എസ്റ്റിമേറ്റ്സ് whose variances are smaller, leading to efficient interval estimates and tests. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസിൽ ചില ബയസ്ഡ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാകും. അവിടുത്തെ ആ ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റ്സിൻ്റെ വേരിയൻസസ് സ്മോളും ആയിരിക്കും. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻ്റർവൽ എസ്റ്റിമേറ്റ്സും ടെസ്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ബയസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Suppose that we can find biased estimates which have smaller variances than the unbiased OLS estimates. The performance of the biased estimates is studied by considering the mean square error criterion. അപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ OLS എസ്റ്റിമേറ്റ്സിന് അൺബയസ്ഡ് ആയിട്ടുള്ള OLS എസ്റ്റിമേറ്റ്സിനെക്കാട്ടിലും വേരിയൻസ് കുറഞ്ഞ ബയസ്ഡ് എസ്റ്റിമേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീൻ സ്ക്വയർ എറർ ക്രൈറ്റീരിയൻ കൺസിഡർ ചെയ്തിട്ടാണ്. We know that mean square error of estimator is equal to variance covariance of estimator plus bias in the estimator into bias in the estimator transpose. അപ്പോൾ mean square error of estimator എന്ന് പറയുന്നത് variance covariance of estimator plus bias in the estimator into bias into estimator transpose ആണ്. By allowing a small bias in the estimate, it is possible to have a biased estimator which have a less variance compared to the unbiased estimator and consequently narrower confidence interval. അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റിലൊരു ചെറിയ ബയസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ അൺബയസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്ററിലുള്ള വേരിയൻസിനെക്കാട്ടിലും ചെറിയ വേരിയൻസും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെൽ നാരോവർ ആയിട്ടുള്ള ബെസ്റ്റ് എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദ ലെസ്സർ വേരിയൻസ് ഇംപ്ലൈസ് മോർ സ്റ്റെബിലിറ്റി ഓഫ് ദ എസ്റ്റിമേറ്റ്സ് ദാൻ ദ OLS എസ്റ്റിമേറ്റ്സ്. അപ്പം ഈ ഒരു ചെറിയ ബയസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലെസ്സർ വേരിയൻസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എസ്റ്റിമേറ്റ്സിന് നേരത്തെ ഉണ്ടായിരുന്ന OLS എസ്റ്റിമേറ്റ്സിനെക്കാട്ടിലും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന്. There are a number of procedures for achieving this. One such procedure is ridge regression, originally proposed by Hall and Kennard in 1970. അപ്പം ഇങ്ങനെ കുറച്ച് ബയസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേരിയൻസ് വളരെ കുറവായിട്ട് OLS എസ്റ്റിമേറ്റ്സിനെക്കാട്ടിലും വേരിയൻസ് കുറവായിട്ട് കിട്ടുന്ന ബെസ്റ്റ് എസ്റ്റിമേറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഈ ഒരു റിഡ്ജ് റിഗ്രഷൻ എന്ന് പറയുന്നത്. The ridge estimates are obtained by solving a slightly modified version of the normal equations. As the determinant of x dash x is close to 0, we add some constant L to its diagonal elements and take x dash x plus L into I in its place. അപ്പം ഈ ഒരു നമ്മുടെ റിഡ്ജ് എസ്റ്റിമേറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നോർമൽ ഇക്വേഷനിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഡാഷ് എക്സ് ക്ലോസ് ടു 0 ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൽ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ഈ ഒരു എക്സ് ഡാഷ് എക്സിൻ്റെ മെട്രിക്സിലേക്ക് ഡയഗണൽ എലമെൻറ്റ്സിൽ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ് ഡാഷ് എക്സ് പ്ലസ് എൽ ഐ എന്നുള്ളതാണ് ആ ഒരു ഡയഗണലിന് പകരം നമ്മൾ ചൂസ് ചെയ്യുന്നത്. Hence the estimate we get is beta r cap is equal to x dash x plus li the whole inverse into x dash y. We note that beta r cap is equal to x dash x plus li the whole inverse into x dash x into beta cap, that is equal to zt beta cap. അപ്പോൾ നമ്മൾ ഈ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡയഗണൽ എലമെൻറ്റ് എക്സ് ഡാഷ് എക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റിന് പകരം നമ്മൾ എക്സ് ഡാഷ് എക്സ് പ്ലസ് li എന്നുള്ള ആ ഒരു എലമെൻറ്റാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. We have expectation of beta r cap is equal to zt beta, and so beta r cap is a biased estimate of beta. അപ്പോൾ സാധാരണ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ അൺബൈസ്ഡ് ആണെങ്കിൽ എന്താ കിട്ടുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ആർ ക്യാപ്പ് നമുക്ക് ഇസഡ് എൽ ബീറ്റ എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ബീറ്റ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ബീറ്റയുടെ ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റ് ആണെന്ന്.
Also variance covariance of beta r cap is equal to sigma square into x dash x plus li the whole inverse into x dash x into x dash x into li the whole inverse. The trace of MSE matrix of beta r cap is given by trace of MSE of beta r cap is equal to trace of variance covariance of beta r cap plus trace of bias of beta r cap into bias of beta r cap the transpose. അപ്പം ഇതിൻ്റെയൊക്കെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബീറ്റ ആർ ക്യാപ്പിൻ്റെ MSEയുടെ ട്രേസിൻ്റെയും അതുപോലെ തന്നെ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ഓഫ് ബീറ്റ ആർ ക്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയറിൻ്റെ സമ്മേഷൻ ഓവർ ജെ ലാംഡ ജെ ഡിവൈഡ് ബൈ ലാംഡ ജെ പ്ലസ് എൽ ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ബീറ്റ ഡാഷ് ഇൻറ്റു എക്സ് ഡാഷ് എക്സ് പ്ലസ് എൽ ഐ ദ ഹോൾ റേസ് ടു -2 ഇൻറ്റു ബീറ്റ വേർ ലാംഡ ജെസ് ആർ ദ ഐഗൺ വാല്യൂസ് ഓഫ് എക്സ് ഡാഷ് എക്സ്. ഇവിടെ ലാംഡ ജെ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എക്സ് ഡാഷ് എക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആണ്. വി ഒബ്സർവ് ദാറ്റ് എൽ ഇൻക്രീസസ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ ദ ഓവറോൾ വേരിയൻസ് ഡിക്രീസസ് വൈൽ ദ ഓവറോൾ ബയസ് ഇൻക്രീസസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇക്വേഷനകത്ത് എൽ കൂടുന്നതനുസരിച്ച് എല്ലിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കൂടുന്നതനുസരിച്ച് വേരിയൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ബയസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. In using ridge regression, we would like to choose a value of L such that the reduction in variance term is greater than the increase in the squared bias. അപ്പോൾ നമ്മളിനി എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എല്ലിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. അതെങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേരിയൻസ് ടേമിലുള്ള റിഡക്ഷൻ നമ്മുടെ സ്ക്വയേർഡ് ബയസിലുള്ള ഇൻക്രീസിനെക്കാട്ടിലും കൂടുതലാവത്തക്ക രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വേരിയൻസ് ടേം റെഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എൽ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ആൻ അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് എൽ മേ ബി ഡിറ്റർമൈൻഡ് by inspecting the ridge trace, which is a plot of the elements beta r cap versus L and for L ranging from 0 to 1. അപ്പോൾ ഈ ഒരു കറക്റ്റ് എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഒരു റിഡ്ജ് ട്രേസ് എന്ന് പറയുന്ന ആ ഒരു പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ആ ഒരു റിഡ്ജ് പ്ലോട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ബീറ്റ ആർ ക്യാപ്പിനെ എല്ല് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലോട്ടാണ്. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 0 to 1 ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. As L is increased, some of the ridge estimates would vary dramatically. However, at some value of L, the estimates would stabilize. We can choose a reasonable value of L at which the ridge estimates are stable. അപ്പം ഈ ഒരു എല്ലിൻ്റെ വാല്യൂ നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഈ റിഡ്ജ് എസ്റ്റിമേറ്റ്സിൻ്റെ വാല്യൂസിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും. ചില എല്ലിൻ്റെ വാല്യൂവിൽ ഈ ഒരു എസ്റ്റിമേറ്റ്സിൻ്റെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു എല്ലിൻ്റെ വാല്യൂസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിഡ്ജ് എസ്റ്റിമേറ്റ്സ് ആയിട്ട് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എല്ലിൻ്റെ വാല്യൂസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. A note on computation: the ridge estimates beta r cap of L when L is added to the diagonal elements of x dash x may be computed as. അപ്പം L എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സ് ഡാഷ് എക്സ് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ബീറ്റ ആർ ക്യാപ്പിൻ്റെ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ബീറ്റ ആർ ക്യാപ്പിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബീറ്റ ആർ ക്യാപ്പ് ഓഫ് L is equal to XL dash into XL the whole inverse into XL dash into YA, where XL and YA are obtained by augmenting the original data matrix X and vectors of Y observations as XL is equal to X root L I k plus 1 and YA is equal to Y 0 k plus 1. അപ്പം ഈ ഒരു എക്സിൻ്റെ വാല്യൂസ് എക്സെല്ലിൻ്റെ വാല്യൂസും അതുപോലെ വൈയുടെ വാല്യൂസും ഒരു എക്സ് മെട്രിക്സും അതുപോലെ വൈയുടെ വെക്റ്റർ ഒബ്സർവേഷൻ തമ്മിൽ ഓഗ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതെങ്ങനെ ഓഗ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷനാണ് ഈ എക്സെൽ എന്ന് പറഞ്ഞ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ ചൂസിങ് എൽ. ഇനി എൽ ചൂസ് ചെയ്യാനുള്ള അനലിറ്റിക്കൽ മെത്തേഡ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ദർ ആർ സെവറൽ വേസ് ഓഫ് ചൂസിങ് ദ ബയസ്ഡ് കോൺസ്റ്റൻറ്റ് എൽ. ആൻഡ് ഐറ്ററേറ്റീവ് എസ്റ്റിമേഷൻ proceeds as follows. Initially obtain the Euler's estimates of beta cap and sigma square cap from the OLS solutions. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബയസ് ടെസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ല് കണ്ടുപിടിക്കാനുള്ള അനലിറ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബീറ്റ ക്യാപ്പിൻ്റെ OLS എസ്റ്റിമേറ്റും അതുപോലെ തന്നെ സിഗ്മ സ്ക്വയർ ക്യാപ്പും OLS എസ്റ്റിമേഷൻ വഴി കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു 3 മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. L0 is equal to k plus 1 into sigma square cap divided by beta cap transpose into beta cap and get beta r cap of L0. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ L1 is equal to k plus 1 into sigma square cap divided by beta r cap of L0 transpose into beta r cap of L0 and get beta r cap of L1. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് L2 is equal to k plus 1 or sigma square cap divided by beta r cap of L1 transpose into beta r cap of L1 and get beta r cap of L2.
അപ്പം ഇങ്ങനെ 3 മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു എല്ലിൻ്റെ ബയസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെത്തേഡ്സ് കണ്ടിന്യൂ ചെയ്ത് പറയാം. ഇങ്ങനെ 3 മെത്തേഡ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിലും കൂടുതൽ മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു ബയസ്ഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഇതൊരു jth സ്റ്റേജിൽ ടെർമിനേറ്റ് ചെയ്യും. ആ ഒരു jth സ്റ്റേജ് എന്ന് പറയുന്നത് ഇഫ് എൽ ഓഫ് j+1 മൈനസ് LJ ഡിവൈഡ് ബൈ LJ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 ടൈംസ് ട്രേസ് ഓഫ് x'(x) ഡിവൈഡ് ബൈ k+1 the whole raised to -1/3 എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തത്. ആൻഡ് therefore ബീറ്റ ആർ ക്യാപ്പ് ഓഫ് LJ is taken as the estimate of ബീറ്റ J. അപ്പം ഈ ഒരു മൾട്ടിക്കോളിനേറ്റഡ് കേസിൽ റിഡ്ജ് റിഗ്രഷൻ എസ്റ്റിമേറ്റ്സ് വഴി ഈ ഒരു ബീറ്റയുടെ എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ ബീറ്റ ആർ ക്യാപ്പ് ഓഫ് ഈ LJനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിഡ്ജ് റിഗ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം മൾട്ടിക്കോളിനേറ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 മെത്തേഡ്സ് കണ്ട്. ഒന്ന് കളക്ടിങ് അഡീഷണൽ ഡേറ്റ, പിന്നെ ഡ്രോപ്പിംഗ് ഓഫ് വേരിയബിൾസ്, പിന്നെ മോഡൽ റീസ്പെസിഫിക്കേഷൻ ആൻഡ് ഫൈനലി റിഡ്ജ് റിഗ്രഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ്സ് വഴി വായിച്ച് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.